അതേ പ്രകാരം തന്നെ അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. സൂറത്തുൽ വാഖിഅയുടെ 68-69 വാക്യം ഇങ്ങനെയാണ്. ഇതും ആ നിയമത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവാണ്. നിങ്ങൾ എന്തുകൊണ്ട് ആ ഉപരിലോകത്തിൽ നിന്ന് അവതരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ. മനുഷ്യനെ ഏറ്റവും മൗലികമായിട്ട് പെട്ടെന്ന് ബോധ്യപ്പെടുന്ന വെള്ളത്തിന്റെ ഉപയോഗം കുടിക്കുക എന്നുള്ളതാണ്. ദാഹിച്ചു വരണ്ടാൽ വല്ലാതെയൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പം മനുഷ്യനെ ഏറ്റവും ബന്ധപ്പെടുന്ന പെട്ടെന്ന് മനസ്സിലാകുന്ന വെള്ളത്തിന്റെ ഒരു ഉപകാരം മുന്നിൽ വെച്ച് അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിക്കേ. അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ. മേഘങ്ങളിൽ നിന്ന് നിങ്ങളാണോ അവയെ അവതരിപ്പിച്ചത്? അം നഹ്നുൽ മുൻസിലൂൻ. അതോ നാം ആണോ അതിനെ അവതരിപ്പിച്ചത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മേഘങ്ങൾ ഇങ്ങനെ കാണും, ഇപ്പൊ മഴ പെയ്യുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ആ മേഘങ്ങൾ വഴിമാറിപ്പോകും. അങ്ങനത്തെ എത്ര അനുഭവം ഉണ്ട് നമുക്ക്. നമ്മൾ വിചാരിച്ചിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ചെറിയ സംഗതികളും ഉപകരണങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വെള്ളത്തെ നമുക്ക് വേണ്ട വിധം വർഷിപ്പിക്കാൻ നമുക്ക് ഇപ്പോഴും സാധ്യമല്ല. മേഘങ്ങളെല്ലാം അന്തരീക്ഷത്തിലേക്ക് പ്രത്യേകമായ സംവിധാനം ഉപയോഗിച്ച് കയറിപ്പോയി മേഘങ്ങളെ സംവിധാനിച്ച് അതിനെ സംഘടിപ്പിച്ച് പിന്നീട് ചില പ്രത്യേക രാസവസ്തുക്കൾ അതിൽ വിതരണം ചെയ്ത് വെള്ളം മഴ പെയ്യിപ്പിക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. അത് തിയറിയിൽ ഒതുങ്ങലാണ്. പലപ്പോഴും തിയറിയിൽ ഒതുങ്ങലാണ്. അല്ലെങ്കിൽ വമ്പിച്ച സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ള വിധം വെള്ളത്തെ മഴയെ വർഷിപ്പിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കണം. ഇല്ല, വേനലിൽ വരളാനാണ് അവരുടെ വിധി. വലിയ കാട്ടുതീയൊക്കെ പിടിച്ചു പല രാജ്യങ്ങളിൽ, അമേരിക്കയിലും ഇസ്രായേലിലുമൊക്കെ. ശാസ്ത്രരംഗത്ത് ഏറ്റവും ഔന്നത്യമുള്ളവരാണവർ. ഭൂമിയിൽ നിന്നുള്ള വെള്ളം ഹെലികോപ്റ്ററിലും മറ്റും കൊണ്ടുപോയിട്ട് ഈ തീയിൻ്റെ മുകളിൽ വർഷിക്കുക എന്നതല്ലാതെ വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്ന് മേഘത്തെ സംവിധാനിച്ച് സംഘടിപ്പിച്ച് അതിൽ പ്രത്യേകമായ രാസവസ്തുക്കൾ വിതരണം ചെയ്ത് അല്ലെങ്കിൽ വിതറിയിട്ട് അത് മഴയായിട്ട് വർഷിപ്പിക്കാനുള്ള പ്രായോഗികമായ സംവിധാനം ഇന്നും നിലവിലില്ല. അതുകൊണ്ടാണ് തീ ആളിപ്പിടിക്കുമ്പോൾ തീയിനോട് സഹകരിച്ച് മുന്നോട്ട് പോണത്. അതുകൊണ്ടാണ് പടച്ചറബ് ചോദിക്കുന്നത്, മേഘങ്ങളിൽ നിന്ന് വെള്ളത്തെ, ജലത്തെ, മഴയെ നിങ്ങൾക്ക് ആവശ്യമുള്ള വിധം വർഷിപ്പിക്കുന്നത് നിങ്ങളാണോ അത് നാം ആണോ? ഒറ്റ ഉത്തരേ ഉള്ളൂ, പടച്ചറബാണെന്ന്. അങ്ങനെ വരുമ്പോൾ വെള്ളത്തിന്റെ മൂല്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.